الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب الذين آمنوا وعملوا الصالحات طوبى لهم وحسن مآب സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്നുണർത്തുന്നു. നാം ഏവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിധിവിലക്കുകൾ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുന്ന മുത്തഖികളിലും മുവഹിദുകളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആനിലെ 13-ാം അധ്യായം അർ-റഅദിലെ 2 ചെറിയ വചനങ്ങൾ 28, 29 വചനങ്ങളാണ് ഞാൻ ഓതി കേൾപ്പിച്ചത്. അല്ലദീന ആമനു, സത്യവിശ്വാസം ഉൾക്കൊണ്ടവർ, വിശ്വസിച്ചവർ, വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് ഹൃദയങ്ങൾ ശാന്തി അടയുകയും സമാധാനമടയുകയും ചെയ്തവർ. അല, അറിയുക, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിൻ്റെ സ്മരണയിലൂടെ മാത്രമേ ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുകയുള്ളൂ. അല്ലദീന ആമനു, വിശ്വസിക്കുകയും വഅമലുസ് സാലിഹാത്തി, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ. തൂബാ ലഹും, അവർക്ക് സർവമംഗളങ്ങളും. വഹുസ്നു മആബ്, അവർക്ക് ചെന്നെത്താനുള്ള സങ്കേതം ഏറ്റവും നല്ലതുമാണ്. ഇതാണ് ഈ വചനങ്ങളുടെ സാരം. 28, 29 വചനങ്ങളാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള 27-ാമത്തെ വചനം, അതിൻ്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെയാണ് ഹിദായത്തിലാക്കുക എന്ന് പരാമർശിക്കുന്നുണ്ട്. ആ പരാമർശത്തിന് ശേഷമാണ് ഈ 2 വചനങ്ങൾ വന്നിരിക്കുന്നത്. വയഹ്ദി ഇലൈഹി മൻ അനാബ് എന്നാണ് 27-ാമത്തെ വചനത്തിന്റെ അവസാന ഭാഗം. അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവരെ, പശ്ചാത്തപിച്ച് മടങ്ങുന്നവരെ അള്ളാഹു സന്മാർഗത്തിലേക്ക് നയിക്കും എന്ന് പറഞ്ഞിട്ടാണ് ആരാണവർ? അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്നിപ്പോൾ നമ്മൾ അർത്ഥം കേട്ട ഈ വചനം വരുന്നത്. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ
നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് സമാധാനം വേണം, സംതൃപ്തി ഉണ്ടാകണം, ഏത് കാര്യത്തിലായിരുന്നാലും. ഇത് ആഗ്രഹിക്കാത്തവരായി ആരും നമ്മുടെ ഇടയിൽ ഉണ്ടാവില്ല. ജീവിതത്തിൽ അസമാധാനം വേണമെന്ന് ആരും ആഗ്രഹിക്കില്ല. അതുപോലെ തന്നെ അസംതൃപ്തി ഉണ്ടാകണം ജീവിതത്തിൽ എന്ന് ആഗ്രഹിക്കുന്നവരാരുമില്ല. ആഗ്രഹം സംതൃപ്തിയും സമാധാനവുമാണ്. അതിന് ഭൗതികമായ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പലതുകൊണ്ടും സംതൃപ്തിയും സമാധാനം കിട്ടും എന്ന് നമ്മളൊക്കെ ധരിക്കാറുണ്ട്. കുറച്ച് സമ്പത്തുണ്ടോ സമാധാനമായി ആയേക്കാം എന്ന ധാരണ. സ്ഥാനമാനങ്ങളും പദവികളും ഉണ്ടോ സമാധാനം കിട്ടിയേക്കാം. അതുപോലെ തന്നെ ആരോഗ്യ ദൃഢഗാത്രരായ സന്താനങ്ങളുണ്ടോ, നല്ലൊരു ജോലിയുണ്ടോ, തൊഴിലുണ്ടോ, ഇങ്ങനെ ഒക്കെ അതിലൊക്കെയാണ് സമാധാനം. ഇതൊക്കെ നമുക്ക് സമാധാനം ലഭിക്കാനുള്ള മാർഗങ്ങളായേക്കാം. പക്ഷെ അതല്ല വിശ്വാസികളോട് അള്ളാഹു ഉണർത്തുന്നത്. നിങ്ങൾക്ക് മനസ്സിന് സമാധാനം വേണമോ? രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കാതെ രക്ഷയില്ല. നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാകും, സമാധാനം ഉണ്ടാകും. അതിലാദ്യത്തത് അല്ലദീന ആമനുവാണ്, വിശ്വാസം തന്നെ. രണ്ടാമത്തത് ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ഹൃദയങ്ങൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാൽ നിറയുക. അപ്പൊ എന്താ, ഏത് കാര്യത്തിലും അള്ളാഹുവിനെ അഭയം പ്രാപിക്കുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാകും. അതില്ലാതെ വരുമ്പോഴാണ് നമ്മൾ ഈ സമാധാനവും സ്വസ്ഥതയും സംതൃപ്തിയും ഒന്നും ഇല്ലാതെ വരുമ്പോഴാണ് അരുതാത്തത് പലതും ആലോചിക്കുകയും അരുതാത്തത് പലതും ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് എത്തുക. അത് സൂക്ഷിക്കാനും കരുതിയിരിക്കാനുമുള്ള ഉണർത്തലാണ് ഈ രണ്ട് വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അതിൽ സുപ്രധാനമായി ഉള്ളതൊന്ന് ഈമാനാണ്, വിശ്വാസം തന്നെയാണ്. ആ വിശ്വാസത്തിന്റെ ബഹിർസ്ഫുരണമാണ് ശരിക്കു പറഞ്ഞാൽ അള്ളാഹുവിൽ ഏൽപ്പിച്ചുകൊണ്ടുള്ള ജീവിതം, തവക്കുൽ. ഇത് രണ്ടും നൽകുന്ന ശക്തിയുണ്ട്, ഇത് രണ്ടും നൽകുന്ന ഊർജമുണ്ട്, ഇത് രണ്ടും നൽകുന്ന തന്റേടമുണ്ട്, ഇത് രണ്ടും നൽകുന്ന എന്തിനേയും അതിജയിക്കാനുള്ള മാനസികാവസ്ഥയുണ്ട്. ഇത് രണ്ടും ഇല്ലാതെ വരുമ്പോഴാണ് തളർന്നു പോവുക, നിരാശരായി പോവുക, എന്ത് ചെയ്യാൻ കഴിയുക എന്നുള്ള അന്തം വിട്ട് ജീവിച്ചു പോവുക. ഇതൊന്നും അല്ല. ഇത് ഈ രൂപത്തിലാണെങ്കിൽ നിങ്ങൾക്ക് സമാധാനവും സംതൃപ്തിയും കിട്ടും എന്ന് നമ്മളെ അറിയിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതിനുള്ള ഒരുപാട് തെളിവുകൾ പ്രവാചകന്മാരുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണാം. മൂസാ നബിയുടെ ചരിത്രമെടുത്താലും ഇബ്രാഹിം നബിയുടെ ചരിത്രമെടുത്താലും അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പരിശോധിച്ചാലും ഈ പറഞ്ഞതിന് വ്യക്തമായ തെളിവുകൾ നമുക്ക് അവിടെയൊക്കെ കാണാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് തന്റെ അനുയായികളെയും കൊണ്ട് രാത്രി പുറപ്പെട്ടുകൊള്ളാൻ അള്ളാഹു നിർദ്ദേശിക്കുന്ന നിർദ്ദേശമുണ്ടല്ലോ. ഒരിക്കലും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പിന്നാലെ ഫിറഔനും കൂട്ടരും എത്തും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. മറിച്ച് അള്ളാഹുവിന്റെ ഓർഡർ അനുസരിച്ച്, കൽപ്പന അനുസരിച്ച് അനുയായികളെയും കൊണ്ട് പുറപ്പെടുകയാണ്. എങ്ങോട്ടാ പുറപ്പെടുന്നത്? ഒരു കടലിന്റെ തീരത്തേക്കാണ്, ചെങ്കടലിന്റെ തീരത്തേക്കാണ്. അതിന്റെ അരികെ ചെന്ന് നിൽക്കുമ്പോൾ പിന്നിലേക്ക് നോക്കുമ്പോഴാണ് ഫറോവ ഏറ്റവും വലിയ ക്ഷുഭിതനായി തന്റെ സൈന്യത്തെയും കൂട്ടിക്കൊണ്ട് പിന്നിൽ വന്ന് നിൽക്കുന്നത്. ഇവിടെ എന്താ ചെയ്യുക? എന്താ ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുക? അവിടെയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഈമാനും തവക്കുലും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയും ഒക്കെ കടന്നു വരുന്നത്. ഒരു ഭയാശങ്കയും ഇല്ലാതെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, തന്റെ അനുയായികൾ പറഞ്ഞു, ഇന്നാല മുദ്റക്കൂൻ, നമ്മളെ പിടികൂടപ്പെടുക തന്നെ ചെയ്യും. ഫിറഔന്റെ പിടികൂടലിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇവർ പോരുന്നത്. അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ച് പുറപ്പെടുകയാണ്, ഫിറൗനിൽ നിന്ന് കഴിച്ചിലാകാൻ വേണ്ടി, രക്ഷപ്പെടാൻ വേണ്ടി. അപ്പോഴാണ് പിന്നിൽ അവർ വന്നിങ്ങനെ നിൽക്കുന്നത്. അത് കണ്ടപ്പോൾ പിന്നെ മുന്നിലേക്ക് സഞ്ചരിക്കാൻ നിർവാഹവും ഇല്ല, കടലാണ്. എന്ത് ചെയ്യും? പറഞ്ഞു പോകും ഏതൊരാളും, ഇന്നാല മുദ്റക്കൂൻ, നമ്മളിപ്പ പിടികൂടപ്പെടും. ആ സന്ദർഭത്തിൽ മൂസാ നബിയുടെ ഒരു വാചകമുണ്ട്, കല്ല, അങ്ങനെയല്ല, നിങ്ങൾ ധരിക്കും പോലെ അല്ല കാര്യം. ഇന്ന മഅയ്യ റബ്ബി സയഹ്ദീൻ, എന്റെ റബ്ബ് എന്റെ കൂടെ ഉണ്ട്, അവൻ എനിക്കൊരു വഴി കാണിച്ചു കൊടുത്തല്ലോ. വഹി അപ്പം തന്നെ വരികയാണ്. എന്താണ് വഹി? കയ്യിലിരിക്കുന്ന വടി കൊണ്ട് സമുദ്രത്തിൽ അടിക്കുക. ആ സമുദ്രം രണ്ട് പിളർപ്പായി മാറുന്നു.
മൂസാ നബിയും അനുയായികളും അതിലൂടെ കടന്നു പോകുന്നു. എന്നിട്ട് അള്ളാഹു അതിന് ശേഷം പറയുന്നുണ്ട്, വഅസ്ലഫ്നാ തമ്മൽ ആഖരീൻ, അവരങ്ങോട്ട് കടന്നു പോയപ്പോൾ അവരുടെ പിന്നാലെ വന്ന മറ്റുള്ളവരെയും നാം അവരുടെ അടുക്കലേക്ക് കൊണ്ടുവന്നു എന്നാണ്. പിന്നെ സംഭവിച്ചത് നമുക്കറിയാം, ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആ ഒരൊറ്റ വാക്ക്, അതാണ് അല്ലദീന ആമനു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. രണ്ടാമതും ഈ 28-ാമത്തെ വചനത്തിലും അല്ലാഹു 29-ാമത്തെ വചനത്തിലും അത് തന്നെ ആവർത്തിക്കുന്നുണ്ട്. അല്ലദീന ആമനു വഅമിലു സ്സാലിഹാത്തി ലഹും തൂബ, അവർക്ക് മംഗളം നേരുകയാണ് അല്ലാഹു, അവർക്കാണ് സൗഭാഗ്യം, അവർക്കാണ് വിജയം. അല്ലാഹു വിജയം നേരുന്ന അതിനാണ്. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി പുറപ്പെട്ടു തന്റെ പിതാവിന്റെ അടുക്കൽ നിന്നും ആ നാട്ടുകാരിൽ നിന്നും ഒറ്റയാനായിട്ട്. ഇനി വേണമെങ്കിൽ ഒപ്പം ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും കൂടി നമുക്ക് കൊടുക്കാം, ഉണ്ടെന്ന് പറയാം. ഒരു നിർവാഹവുമില്ലാത്ത അവസ്ഥ, എനിക്കിതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് ദൃഢമായി പറഞ്ഞുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് പറയുന്ന വാക്കെന്താണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദി. നിങ്ങൾ നോക്കുക, രണ്ട് വാക്കുകൾ തമ്മിലുള്ള സാദൃശ്യം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് ഇന്ന മഅയ റബ്ബി സയഹ്ദി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദി, ഞാൻ എൻ്റെ റബ്ബിലേക്കാ പോണത്, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരും. വഴി കാണിച്ചു കൊടുത്തില്ലേ? ഒരു വലിയ സമൂഹം ഉടലെടുത്തില്ലേ? ഒരു വലിയ തത്വസംഹിതയുടെ ആളുകൾ ഉണ്ടായില്ലേ? ഇന്നും അത് നിലനിൽക്കുന്നില്ലേ? ആലോചിച്ചു നോക്കുക നമ്മൾ. ഇനി നോക്കൂ നിങ്ങൾ, മൂന്നാമത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൗർ ഗുഹയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒപ്പം ഇരിക്കുകയാണ്, ഖുറൈശികളുടെ കണ്ണിൽ പെടാതിരിക്കാൻ ഒളിച്ചിരിക്കുകയാണ്. ശരിക്കു പറഞ്ഞാൽ സൗർ ഗുഹയുടെ ഉള്ളിൽ അവരവിടെ എത്തുന്നു. അവിടെങ്ങാണ് കൃത്യമായി ഒന്ന് നോക്കിയാൽ നബിയെ കാണും, അബൂബക്കർ സിദ്ദീഖിനെയും കാണും. പിന്നെ അവിടെ നടക്കാൻ പോകുന്ന അംഗം എന്തായിരിക്കും എന്ന് പറയേണ്ടതില്ല. അതിൽ ഭയം പ്രകടിപ്പിച്ചു, ദുഃഖം പ്രകടിപ്പിച്ചു, വേദന പ്രകടിപ്പിച്ചു. ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയിലൂടെ അദ്ദേഹത്തിനെ കേൾപ്പിച്ച വചനമുണ്ട്. എന്താണ് ആ വചനം? ഇത് യഖൂലു ലി സാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഇത് മൂന്നും ഒരേ അച്ചിലാണ് നമുക്ക് കാണാൻ കഴിയുക. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. നീ ദുഃഖിക്കണ്ട, അള്ളാഹു ഉണ്ട് നമ്മളുടെ ഒപ്പം. ഒന്നുകൂടി, ഇത് ഖുർആനിലെ വചനമാണ്. ഒന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല അബൂബക്കർ, നീ എന്താ വിചാരിക്കുന്നത്? നമ്മൾ രണ്ടാളുകൾ, മൂന്നാമനായി അള്ളാഹു നമ്മളുടെ ഒപ്പമുണ്ട് എന്നുള്ള ഒരവസ്ഥ വരുമ്പോൾ നീ എന്താ ധരിക്കുന്നത്? എന്ത് സംഭവിക്കുമെന്നാ വിചാരിക്കും? ഒന്നും സംഭവിച്ചില്ലല്ലോ. അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവിടെ നിന്ന് എന്താണോ അള്ളാഹു ഉദ്ദേശിച്ചത് അതിലേക്ക് തന്നെ നബിയും അനുയായികളും അബൂബക്കർ സിദ്ദീഖും അനുയായികളും യസ്രിബിൽ എത്തിച്ചേരുന്നു. വലിയ ഒരു സമൂഹമായി മാറുന്നു. ആ നിലനിൽപ്പാണ് ഇന്നും നമ്മൾ ഈ നിലനിൽക്കുന്നതെന്ന് തിരിച്ചറിവുണ്ടാകണം നമുക്ക്. കാരണം മക്കയിലെങ്ങാനും വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും പൂർണ്ണമായും അങ്ങ് ഇല്ലാതായിരുന്നുവെങ്കിൽ, വേണ്ട, മദീനയിലെത്തി ഹിജ്റ 2-ാം വർഷം നടന്ന ബദർ യുദ്ധത്തിലെങ്ങാനും പൂർണ്ണമായും നിഷ്കാസനം ചെയ്യപ്പെട്ടിരുന്നുവെങ്കിൽ ഈ വിശ്വാസം ഉണ്ടാകുമോ? ഈ ആദർശം ഉണ്ടാകുമോ? ഇസ്ലാം എന്ന പേരുണ്ടാകുമോ? മുസ്ലിം എന്ന് പറഞ്ഞ് ജീവിക്കാൻ കഴിയുമായിരുന്നോ? ഇതൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ട്. എന്താ കാരണം? ഇതൊക്കെ തന്നെയാണ്. അപ്പൊ അത് ബേസിക്കലി ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് ആ പറഞ്ഞത്. അത് വിശ്വാസവും തവക്കുലുമാണ്, സമാധാനത്തിനും സംതൃപ്തിക്കും. ഇനി മറ്റൊരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, എന്താണോ നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത് അതിൽ പൂർണ്ണ സംതൃപ്തി ഉള്ളവരാവുക നമ്മൾ. അതാണ് മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ത് അള്ളാഹു നൽകിയോ അതിൽ പൂർണ്ണ സംതൃപ്തി ഉണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം നമുക്ക് കാണാം. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്നതാണ്. ഖദ് അഫ്ലഹ, തീർച്ചയായും വിജയം കൈവരിച്ചിരിക്കുന്നു. ആര്? മൻ അസ്ലമ, മുസ്ലിമായവൻ, ഈ ഇസ്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ഭാഗ്യം സിദ്ധിച്ചവൻ. ഞാൻ കഴിഞ്ഞ ആഴ്ച ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു, ആവർത്തിക്കുന്നില്ല. മുസ്ലിമായി ജീവിക്കാൻ തൗഫീഖ് ലഭിച്ചവൻ ആരോ അവൻ വിജയിച്ചു. വറുസിഖ കഫാഫൻ, അവന് മതിയായത്ര റിസ്ഖ്, അവന് ആവശ്യമുള്ള ഉപജീവനം, അവന് ആവശ്യമുള്ള റിസ്ഖ് നൽകപ്പെടുന്നത് ആരോ അവനും വിജയിച്ചു. അതോടൊപ്പം തന്നെ അള്ളാഹു അവൻ എന്ത് നൽകിയോ ആ നൽകിയതിൽ പൂർണ്ണ സംതൃപ്തി ഉള്ളവരും ആരോ അവർ വിജയിച്ചു. അവന് സംതൃപ്തി ഉണ്ടാകും.
സമാധാനം ഉണ്ടാവും. കാരണം അവനെ വെട്ടിപ്പിടിക്കണമെന്നുള്ള ചിന്തയില്ല. എത്ര കിട്ടിയാലും മതിവരാത്തവൻ, അവരെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അവർക്കൊരിക്കലും സംതൃപ്തി ഉണ്ടാവില്ല, അവർക്കൊരിക്കലും സമാധാനം ഉണ്ടാവില്ല. അവർക്ക് വെട്ടിപ്പിടിക്കണമെന്ന ഒരേ ചിന്ത മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ഒന്ന് കഴിഞ്ഞ് മറ്റൊന്നിലേക്ക്. അവിടെ ഹലാലില്ല, ഹറാമില്ല, നീതിയില്ല, അനീതിയില്ല, ഒന്നുമില്ല. ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. എങ്ങനെ? ഇതെനിക്ക് പോരാ, എനിക്ക് കുറേം കൂടി വേണം. ഈ ഒരു ചിന്ത. അവരെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത്, ലൗകാന ലിബ്നി ആദമ വാദിയാനി മിൻ മാലിൻ ലബ്തഗ വാദിയൻ സാലിസൻ വലാ യംലഉ ജൗഫ ഇബ്നി ആദം ഇല്ല തുറാബ്. ഒരു മനുഷ്യന് രണ്ട് താഴ്വരകൾ ഉണ്ടെന്ന് വിചാരിക്കുക. അന്ന് അതാണല്ലോ അവർക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റിയ കാര്യങ്ങൾ. ഒരു കുന്നിന്റെ താഴ്വര അല്ലെങ്കിൽ ഒരു കുന്ന്, അതിന്റെ താഴ്വര ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ രണ്ട് താഴ്വരകൾ ഒരു മനുഷ്യൻ ഉണ്ടാവുമെന്ന് വിചാരിക്കുക. അപ്പം അവരുണ്ടായാലും ലബ്തഗാ വാദിയൻ സാലിസ, അത്ര ധനമുണ്ടായാലും ശരി, മൂന്നാമതൊരു താഴ്വര അവൻ ആഗ്രഹിക്കുന്ന, ഒന്നും കൂടി എനിക്ക് വേണമെന്ന്. നമ്മളുടെയൊക്കെ മനോഭാവം അള്ളാഹുവിന്റെ റസൂല് വിലയിരുത്തിയതാണ്. എന്നിട്ട് പറയുന്നു, വലാ യംലഉ ജൗഫ ഇബ്നി ആദം, മനുഷ്യന്റെ ഉള്ള് നിറയുകയില്ല, നിറയ്ക്കുകയില്ല, ഇല്ല തുറാബ്, മണ്ണുകൊണ്ടല്ലാതെ പരിപൂർണമാവൂല. മരിച്ച് മണ്ണോട് ചേർന്നാലല്ലാതെ ഈ ദുര അവസാനിക്കില്ല. എന്തിനും അസംതൃപ്തി, എന്ത് കിട്ടിയാലും സംതൃപ്തി ഉണ്ടാവില്ല, എന്ത് നേടിയാലും സംതൃപ്തി ഉണ്ടാവില്ല. അതിനപ്പുറത്തേക്ക് നേടണമെന്നുള്ള ഒരു ചിന്ത. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന, തഅവ്വദു, നിങ്ങൾ 4 കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടണം പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ. 2, വമിൻ ഖൽബിൻ ലാ യഖ്ശ. 3, വമിൻ നഫ്സിൻ ലാ തശ്ബഅ. 4, വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ. പരിചിതമായ ഒരു പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കേണ്ടതാണ് നമ്മളെല്ലാവരും. അല്ലാഹുവേ, ഉപകാരമില്ലാത്ത അറിവ് എനിക്ക് വേണ്ട, അതിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു. മിൻ ഇൽമിൻ ലാ യൻഫഅ വമിൻ ഖൽബിൻ ലാ യഖ്ശ. നമ്മൾ ഈ പ്രാർത്ഥനയിൽ ബന്ധപ്പെടുന്ന വാക്കുകൾ ഏതൊക്കെ ഉണ്ടോ ആ വാക്കുകളൊക്കെ വരുമ്പോഴും നമ്മൾ ഉണർത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. ഖുശൂഇല്ലാത്ത മനസ്സ്, ഭക്തിയില്ലാത്ത ഹൃദയം, അതെനിക്ക് വേണ്ട, അതിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു. വമിൻ നഫ്സില്ലാ തശ്ബഅ, അതാണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയവുമായി ബന്ധപ്പെട്ടത്. എന്ത് കിട്ടിയാലും മതി വരാത്ത ശരീരം. 4മത്തത് വമിൻ ദഅവത്തില്ലാ യുസ്തജാബു ലഹാ, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥന. ഇത് 4ൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതിലൊന്ന്, എന്ത് കിട്ടിയാലും തികയാത്ത ശരീരം. അതാണ് ആ പറഞ്ഞത്. 2 കിട്ടിയാൽ 3 എന്നുള്ള ചിന്തയിലേക്ക് അവൻ പോകുമെന്ന് പറഞ്ഞത്. ഇത്തരത്തിലുള്ള ദുരാഗ്രഹവും ഇനിയും കിട്ടണമെന്നുള്ള ഈ മനോഭാവവും കെട്ടടങ്ങാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖക്കും വഹുവ അജ്ദറു അല്ലാ തജ്ദറു നിഅമത്തല്ലാഹി വഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. നിങ്ങൾ ഏറ്റവും നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക. സമ്പത്തിൽ, സ്ഥാനമാനങ്ങളിൽ, പദവിയിൽ, ആരോഗ്യത്തിൽ, സൗന്ദര്യത്തിൽ എന്ന് വേണ്ട എല്ലാറ്റിലും നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കുക. ഒരിക്കലും മീതെ ഉള്ളവരിലേക്ക് നോക്കരുത്. അങ്ങനെ നോക്കാതിരുന്നാൽ ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. എന്ത് അനുഗ്രഹമാണോ നിങ്ങൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്നത്, സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ആരോഗ്യപരമായിട്ടും അതുപോലെ തന്നെ സൗന്ദര്യമായിട്ടും എന്താണോ നിങ്ങൾക്ക് നൽകിയത്, അത് നിസ്സാരമായി ഒരിക്കലും നിങ്ങൾ കാണൂല. അപ്പൊ അത് മീതേക്ക് നോക്കുമ്പോഴാണ് എന്നേക്കാൾ സമ്പത്തുള്ളവൻ, എന്നേക്കാൾ സൗന്ദര്യമുള്ളവൻ, എന്നേക്കാൾ ആരോഗ്യമുള്ളവൻ, എന്നേക്കാൾ പദവിയുള്ളവൻ എന്നുള്ളത് വരുമ്പോഴാണ് മനസ്സിൽ വേറെ വേണ്ടാത്ത പലതും ഉണ്ടായിത്തീരുക. എത്ര കൃത്യമായ ഉപദേശമാണെന്ന് നോക്ക്. സമാധാനത്തിനും സംതൃപ്തിയുള്ള ജീവിതത്തിനും ഇതൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ സഅദ് റളിയല്ലാഹു അൻഹു തന്റെ മകന് നൽകിയ ഒരു ഉപദേശമുണ്ട്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു തന്റെ മകന് നൽകിയ ഒരു ഉപദേശം, യാ ബുനയ്യ, എന്റെ പൊന്നു മോനെ എന്ന് വിളിച്ചുകൊണ്ട് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു മകനോട് പറയുകയാണ്, ഇദാ തലബ്തൽ ഖിനാ ഫത്ലുബുഹു ബിൽ ഖനാഅ. നീ ഐശ്വര്യം അഥവാ ധന്യത, സമ്പന്നത നീ ആഗ്രഹിക്കുകയാണെങ്കിൽ, തേടുകയാണെങ്കിൽ, ഫത്ലുബുഹു ബിൽ ഖനാഅ,
സംതൃപ്തിയോടെ നേടുക. എന്ത് കിട്ടിയാലും സംതൃപ്തി ഉള്ളവനായിരിക്കും എന്ന മനോഭാവത്തോടു കൂടി ആയിരിക്കണം നീ ധന്യത, ഐശ്വര്യം, സമ്പന്നത നീ തേടേണ്ടത്, ആഗ്രഹിക്കേണ്ടത്. തേടണ്ടെന്നൊന്നും പറയണില്ല ആരും. തേടേണ്ട സമ്പന്നത, ഐശ്വര്യം തേടണ്ടെന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷേ അത് തേടുമ്പോൾ പൂർണ്ണ സംതൃപ്തിയോടുകൂടി ആയിരിക്കും. എന്ത് കിട്ടുന്നുവോ അതിൽ സംതൃപ്തി ഉണ്ടാകുക. കാരണം അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് മകനോട്, ഫഇന്നഹാ മാലുല്ലാ യൻഫദ്. ആ കിട്ടിയത് കൊണ്ട് തൃപ്തി അടയുന്ന മനസ്സുണ്ടല്ലോ, ആ സമ്പത്തുണ്ടല്ലോ, അത് ഒരിക്കലും തീരാത്ത സമ്പത്തായിരിക്കും. ഫഇന്നഹാ മാലുല്ലാ യൻഫദ്, ഒരിക്കലും തീർന്നു പോകാത്ത ധനമായിരിക്കും മോനെ അത്. അതുകൊണ്ട് നീ ഇത് സമ്പത്ത് നീ തേടുന്നുവെങ്കിൽ, ആഗ്രഹിക്കുന്നുവെങ്കിൽ, അന്വേഷിക്കുന്നുവെങ്കിൽ പൂർണ്ണ സംതൃപ്തിയുള്ള മനസ്സോടുകൂടി തേടുക എന്ന് ഉപദേശിക്കുന്നു. രണ്ടാമത് മകനോട് പറയുകയാണ്, വയ്യാക വത്തമഅ ഫഇന്നഹു ഫഖ്റുൻ ഹാദിർ. നീ ദുരാഗ്രഹത്തെ, ആർത്തിയെ നീ സൂക്ഷിക്കണം. കാരണം അത് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ദാരിദ്ര്യമായിരിക്കും. വല്ലാത്ത ഒരു വാക്കായിട്ട് തോന്നുന്നു. അത് കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടാതെ വീണ്ടും വീണ്ടും കിട്ടണം എന്ന് തോന്നൽ വരുമ്പോൾ ഇങ്ങനെ ദാരിദ്ര്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നിപ്പോകുന്നു. ഫഇന്നഹു ഫഖ്റുൻ ഹാദിറുൻ, മകനോട് ഉണർത്തുകയാണ്. അതിങ്ങനെ പെടുന്നനവേ ഹാജരാകുന്ന ദാരിദ്ര്യമാണത്. മാറൂല ദാരിദ്ര്യം ഒരിക്കലും. ആഗ്രഹം വന്നു കഴിഞ്ഞാൽ, ദുരാഗ്രഹം വന്നു കഴിഞ്ഞാൽ, തമഅ് വന്നു കഴിഞ്ഞാൽ. എന്നിട്ട് പറയുന്നു, വഅലൈക ബിൽ യഅസ്, നിരാശയെ നീ കരുതിയിരിക്കണം. നിരാശയെ നീ കരുതിയിരിക്കണം. ഫഇന്നക ലം തൈഅസ് മിൻ ഷൈഇൻ ഖത്തു ഇല്ലാ അഗ്നാകല്ലാഹു അൻഹു. നിരാശ ഏതൊരു കാര്യത്തിൽ, എന്തിനെപ്പറ്റി നിരാശ ഉണ്ടായാലും അള്ളാഹു നിന്നെ അതിൽ നിന്ന് കരകയറ്റും എന്ന ഒരു ധാരണ, ഒരു വിശ്വാസം, ഒരു ഉറപ്പ് നിനക്ക് വേണം. നിരാശയല്ല വേണ്ടത്. നിരാശക്കപ്പുറം പ്രതീക്ഷയാണ് ഉണ്ടാകേണ്ടത്. റജാ ആണ് വേണ്ടത്. പ്രതീക്ഷയാണ് ഉണ്ടാകേണ്ടത്. മകനോട് ഉപദേശിച്ച ഉപദേശം ആ മൂന്നെണ്ണവും നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. മറ്റൊന്ന്, എന്താണോ അള്ളാഹു നമുക്ക് നൽകിയത്, ആ കിട്ടിയത് മനസ്സ് നിറഞ്ഞ് സ്വീകരിച്ചാൽ അതിൽ അഭിവൃദ്ധി, ബർക്കത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. എന്ത് അള്ളാഹു നൽകിയോ അത് നാം നല്ല മനസ്സോടെ, കനായത്തോടെ, നേരത്തെ പറഞ്ഞതുപോലെ പൂർണ്ണ സംതൃപ്തിയോടെ നമ്മളത് സ്വീകരിക്കാനും നമ്മളത് പ്രയോഗത്തിൽ കൊണ്ടുവരാനും നമ്മളത് ഉപയോഗിക്കാനും ഒക്കെ നാം ശ്രമിക്കുകയാണ് എങ്കിൽ അറിയാത്ത രൂപത്തിലായിരിക്കും ബർക്കത്ത് അതിലേക്ക് അള്ളാഹു ഒഴുക്കി തരിക, നൽകുക. ഹക്കീം ഇബ്നു ഹിസാം എന്ന് പറയുന്ന ഒരു സഹാബി ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, എന്തോ ചോദിച്ചു, എന്തോ ആവശ്യപ്പെട്ടു. അദ്ദേഹം തന്നെ പറയാണ്, സഅൽതു റസൂലല്ലാഹ്, ഞാൻ റസൂലിനോട് ചോദിച്ചു, ആവശ്യപ്പെട്ടു. ഫഅഅതാനി, റസൂൽ എനിക്ക് തന്നു. വീണ്ടും ചോദിച്ചു, വീണ്ടും തന്നു. പിന്നെയും ചോദിച്ചു, പിന്നെയും തന്നു. 3 പ്രാവശ്യം കഴിഞ്ഞതിന് ശേഷം പ്രവാചകൻ പറഞ്ഞു, യാ ഹക്കീം, ഹക്കീം ഇബ്നു ഹിസാം, ഇന്നൽ മാല ഖദിറുൻ ഹുൽവുൻ. ഈ സമ്പത്തുണ്ടല്ലോ, സ്വത്ത് എന്ന് പറയുന്ന സാധനം, ഈ സമ്പത്ത് അത് ഖദിറാണ്, പച്ച പിടിച്ചതാണ്, പച്ചപ്പുള്ളതാണ്, ഹുൽവാണ്, മധുരമുള്ളതാണ്. അതുകൊണ്ടാണ് നീ ഇങ്ങനെ ചോദിച്ച് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ മറുപടി പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ഈ മാല് ഫമൻ അഖദഹു ബിസഖാവത്തി നഫ്സിൻ, നല്ല മനോവിശാലതയോടെയും അത്യാഗ്രഹമില്ലാതെയും ആണ് ഒരാൾ അത് സ്വീകരിക്കുന്നത് എങ്കിൽ, ആർജിക്കുന്നത് എങ്കിൽ, ബൂരിക ലഹു ഫീഹി, അതിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യും. അത്യാഗ്രഹമില്ല, അതുപോലെ തന്നെ മനോവിശാലതയോടുകൂടി വാങ്ങുക, സ്വീകരിക്കുക. കിട്ടിയതാകട്ടെ അള്ളാഹുവിന് അനുഗ്രഹം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അത് വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ അള്ളാഹു അഭിവൃദ്ധി നൽകും. ബൂരിക ലഹു ഫീഹി. ഇനി അതല്ല, വമൻ അഖദഹു ബി ഇസ്റാഫി നഫ്സിൻ, അത്യാഗ്രഹത്തോടു കൂടിയാണ് അത് കയ്യിൽ വാങ്ങുന്നതെങ്കിലോ, ഇത് പോരാ, ഇനിയും വേണം 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 എന്നുള്ള ചിന്തയോടുകൂടിയാണ് അത് വാങ്ങുന്നതെങ്കിലോ, ലം യുബാറക ലഹു ഫീ, ഒരു ബർക്കത്തും അള്ളാഹു അതിൽ ചെയ്യില്ല. എന്നിട്ട് ഒരു ഉപമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വകാന കല്ലദി യഅകുൽ വലാ യശ്ബ, ഒരുപാട് തിന്നുന്നുണ്ട് പക്ഷെ അവന് വയറ് നിറയുന്നില്ല, അവനെ പോലെയാണ്. ഇഷ്ടം പോലെ തിന്നുന്നുണ്ട് പക്ഷെ അവന് വയറ് നിറയുന്ന പ്രശ്നമില്ല. അങ്ങനെയുള്ളവനെ പോലെയാണ് എത്ര കിട്ടിയാലും നല്ല അത്യാഗ്രഹത്തോടു കൂടി വാങ്ങി വാങ്ങി കൂട്ടാൻ ശ്രമിക്കുന്നവൻ ലഭിക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും. അതിൽ ഒരു ബർക്കത്തും ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മളുടെയൊക്കെ ജീവിതം ചിലപ്പോൾ അനുഭവ സാക്ഷികളായിരിക്കും ഇതിനൊക്കെ, ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പം
ജീവിതം സംതൃപ്തിയുള്ളതാകണം, സമാധാനത്തോടു കൂടി ഉള്ളതാകണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു പോകണമെന്നാണ് ഇവിടെ ഉണർത്തിയതിന്റെ അർത്ഥം. തന്നെയുമല്ല, നമ്മളൊക്കെ സാധാരണ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഭൗതികമായി കുറേ വിഭവങ്ങൾ നമുക്കുണ്ടായാൽ, ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലുള്ള കാര്യങ്ങൾ അതിങ്ങനെ ഒരുപാട് നമുക്കുണ്ടായാൽ അതാണ് ഐശ്വര്യം നമ്മളൊക്കെ വിചാരിക്കാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനമുണ്ട്, ലൈസൽ ഗിനാ അൻ കസറത്തിൽ അറദ് വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സ്. ഭൗതിക വിഭവങ്ങളുടെ ആധിക്യമല്ല നമുക്ക് ഐശ്വര്യം പ്രദാനം ചെയ്യുന്നത്, പിന്നെയോ ആത്മീയമായ സംതൃപ്തിയാണ്, ആത്മസംതൃപ്തിയാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ യഥാർത്ഥ സംതൃപ്തി. ഇതൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന നിലയിലാണ്. നമുക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകണമെങ്കിൽ ബേസിക്കലി ഉണ്ടാകേണ്ട രണ്ട് കാര്യങ്ങൾക്ക് പുറമെ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വചനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇത് ഉൾക്കൊള്ളാൻ നാം ശ്രമിക്കുക, ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. ശാന്തി ഉണ്ടാകും, സമാധാനമുണ്ടാകും. സമാധാനമടഞ്ഞ റൂഹമായി അല്ലാഹുവിലേക്ക് മടങ്ങാൻ കഴിയും. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. നാം ഇപ്പോൾ ഈ മനസ്സിലാക്കിയ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു 5 കാര്യങ്ങൾ, വളരെ സുപ്രധാനമായ 5 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസാണ്. അടിസ്ഥാനപരമായി നാം ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ സംതൃപ്തിക്കും അതുപോലെ തന്നെ സമാധാനത്തിനും പാരത്രികമായ മോക്ഷത്തിനും ഒക്കെ ഉതകുന്ന നിലയിലുള്ള കാര്യം. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടെന്നില്ലാതെ പറഞ്ഞു, എന്നിൽ നിന്ന് ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ വചനങ്ങൾ ആരാണ് എന്നിൽ നിന്ന് ഏറ്റെടുക്കാൻ തയ്യാറുള്ളത്? മൻ യഖുദു അന്നി ഹൗലാഇൽ കലിമാത്ത് ഫയഅമലു ബിഹിന്ന ഔ യുഅല്ലിമു മൻ യഅമലു ബിഹിന്ന. ആ കലിമത്തുകളെ ഏറ്റെടുത്തിട്ട് മനസ്സിലാക്കിയിട്ട് ഒന്നുകിൽ അവൻ അവന്റെ സ്വന്തം ജീവിതത്തിൽ പകർത്തുക, അമലി ചെയ്യുക, അല്ലെങ്കിൽ ഈ കലിമത്തുകൾ കൊണ്ട് അമല് ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുക. ആരാണുള്ളത് എന്ന് ചോദിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാനുണ്ട് അല്ലാഹുവിന്റെ റസൂലേ എന്ന് പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖദ ബിയദി, എന്റെ കൈക്ക് പിടിച്ചു. എന്നിട്ട് ഫഅദ്ദ ഖംസൻ, 5 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞു തന്നു. ഈ 5 കാര്യങ്ങൾ പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്താലുള്ള നേട്ടം എന്തായിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ പറഞ്ഞു തരുന്നത്. അതിൽ ഒന്ന്, ഇത്തഖിൽ മഹാരിം തകുൻ അഅബദൻ നാസ്. ഇത്തഖിൽ മഹാരിം, അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ കരുതിയിരിക്കുക, സൂക്ഷിക്കുക. എന്നാൽ നീ ജനങ്ങളിൽ ഏറ്റവും വലിയ ആബിദായിരിക്കും. ആബിദ് എന്ന് വെച്ചാൽ അള്ളാഹുവിന് ആരാധനകൾ ചെയ്ത് കുറ്റമറ്റ ജീവിതം നയിക്കുന്ന ഒരു മുത്തഖിയായ നല്ല മനുഷ്യനായി നീ മാറും. എന്ത് ചെയ്താൽ? മഹാരിമുകൾ സൂക്ഷിച്ചാൽ, നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ സൂക്ഷിച്ചാൽ. തകുൻ അഅബദൻ നാസ്, നീ ജനങ്ങളിൽ ഏറ്റവും വലിയ ആബിദാകും. രണ്ടാമത് പറഞ്ഞത് ഇപ്പൊ നാം ചർച്ച ചെയ്യുന്ന വിഷയമാണ്. വർള ബിമാ ഖസ്സമല്ലാഹു ലക തകുൻ അഗ്നൻ നാസ്. അള്ളാഹു നിനക്ക് എന്ത് വിഹിതമാണോ നൽകിയത് നിന്റെ ജീവിതത്തിൽ, അതുകൊണ്ട് നീ തൃപ്തിപ്പെട്ടാൽ നീ ജനങ്ങളിൽ ഏറ്റവും വലിയ ഐശ്വര്യവാനായി മാറും. അതാണല്ലോ നമ്മൾ ഇതേവരെ പറഞ്ഞുകൊണ്ടുവന്ന വിഷയം. അപ്പൊ 5 അടിസ്ഥാനപരമായി ശ്രദ്ധിക്കേണ്ട ഐഹികവും പാരത്രികവുമായ നേട്ടം ലഭിക്കാനും സംതൃപ്തിയും സമാധാനവും ജീവിതത്തിൽ ഉണ്ടാകുവാനും ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞതിൽ രണ്ടാമത് പറഞ്ഞത്, എന്താണോ അള്ളാഹു നിനക്ക് നൽകിയ ഓഹരി, നിനക്ക് നൽകിയ എന്ത് നൽകിയോ അള്ളാഹു, അതിൽ നീ പൂർണ്ണ സംതൃപ്തി ഉള്ളവനാവുക. അള്ളാഹു നിനക്ക് നൽകിയ വിഹിതത്തിൽ നീ പൂർണ്ണ
സംതൃപ്തി ഉള്ളവനാവുക. എന്നാൽ നീ ഈ പറഞ്ഞ ഗണത്തിൽ പെടാൻ കഴിയും. ഇനി മൂന്നാമത്, ജനങ്ങളിൽ ഏറ്റവും ഐശ്വര്യവാനാകാൻ നിനക്ക് സംതൃപ്തി ഉള്ളവനാകാം. മൂന്നാമത്, വാഹിസിൻ ഇലാ ജാരിക്, നിന്റെ അയൽവാസിയോട് നീ ഏറ്റവും നല്ല നിലയിൽ പെരുമാറുക. എന്നാൽ തക്കുൻ മുഅ്മിനൻ, നിനക്കൊരു നല്ല വിശ്വാസിയാകാം. നോക്കാ പ്രയോഗം. നിന്റെ അയൽവാസിയോട് ഏറ്റവും നല്ല നിലയിൽ നീ പെരുമാറിയാൽ നീ ഒരു മൂമിനാകുമെന്ന് പറഞ്ഞത്. തക്കുൻ മുഅ്മിനൻ. അപ്പൊ അതിന് വിരുദ്ധമായി പെരുമാറിയാലോ? ചിന്തിച്ചോളി. നീ നിന്റെ അയൽവാസിയോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറുക. എന്നാൽ തക്കുൻ മുഅ്മിനൻ, നിനക്ക് വിശ്വാസിയാകാം. നാലാമത്തെ കാര്യം, നിനക്ക് നീ ഇഷ്ടപ്പെടുന്നത് ജനങ്ങൾക്കും ഇഷ്ടപ്പെടുക. എന്നാൽ നീ ഒരു മുസ്ലിം ആവും. വല്ലാത്ത വാക്കുകൾ. നീ മൂമിനാകണമോ? അയൽവാസിയോട് നല്ല നിലയിൽ പെരുമാറണം. നീ മുസ്ലിം ആകണമോ? നിനക്ക് നീ ഇഷ്ടപ്പെടുന്നത് മറ്റുള്ള മനുഷ്യർക്കും ഇഷ്ടപ്പെടണം. എന്നെ ഒരാൾ ചീത്ത പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഒരാളെ ചീത്ത പറയാതിരിക്കുക. എന്നെ ഒരാൾ ആക്രമിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ മറ്റൊരാളെ ഞാൻ ആക്രമിക്കാതിരിക്കുക. അങ്ങനെ അങ്ങോട്ട് ചിന്തിച്ചോളി ഓരോ കാര്യവും. എനിക്ക് വിശപ്പില്ലാതെ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മറ്റൊരുത്തന് വിശപ്പില്ലാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുക. അതിനുള്ള വഴികൾ ചെയ്യുക. ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞാൽ ഒരുപാട് പരന്നു കിടക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ നീ മുസ്ലിം ആകണമെങ്കിൽ ഇത് നീ ചെയ്യേണ്ടതുണ്ട്. അഞ്ചാമത്തെ കാര്യം, വലാ തുക്സിറിൽ ലഹ്ക, ഒരുപാട് അമിതമായി നീ ചിരിക്കരുത്. കാരണം അമിതമായ ചിരി തുമീത്തുൽ ഖൽബ, മനസ്സിനെ മരിപ്പിച്ചു കളയും, ഖൽബിനെ മരിപ്പിച്ചു കളയും. എന്ന് പറഞ്ഞാൽ ചിരിയോ തമാശയോ വിനോദമോ ഇതൊന്നും വേണ്ടാന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഒന്നും അമിതമാകരുത് എന്നാ. ചില ആൾക്കാരുണ്ടാവുമല്ലോ അങ്ങനെ എന്തു പറഞ്ഞാലും ഭയങ്കര ചിരി, ചിരിയിൽ മാത്രം. ഈ ചിരിയെ കുറിച്ചും ഖുർആൻ പറഞ്ഞതാ. മനുഷ്യനെ ചിരിപ്പിക്കുന്നതും കരയിപ്പിക്കുന്നതും ഒക്കെ അള്ളാഹു ആണ് എന്നാണ്. ഇപ്പൊ ചിരി വേണ്ടാന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. അത് അമിതമാകരുത്. അമിതമായാൽ സന്തോഷത്തിൽ ആറാടി യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് മനസ്സ് മാറിപ്പോകും. അതാണ് ഹൃദയം മരിച്ചു പോകും എന്ന് പറഞ്ഞത്. ഹൃദയത്തെ അത് മരിപ്പിച്ചു കളയെന്ന് പറയും. ഈ 5 കാര്യങ്ങൾ, അതിൽ ഒന്ന് നമ്മൾ ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. എന്ത് വിഹിതമാണോ അള്ളാഹു നൽകിയിട്ടുള്ളത് അതിൽ സംതൃപ്തി അടഞ്ഞ് ജീവിക്കുക. അപ്പോൾ ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാകും, സമാധാനം ഉണ്ടാകും. ബാക്കി 4 കാര്യങ്ങളും നമ്മളുടെ ഐഹികവും പാരത്രികവുമായ സൗഭാഗ്യവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് ജീവിതത്തിൽ പകർത്തി നല്ല മുസ്ലിമും നല്ല മുഅ്മിനും അതുപോലെ തന്നെ ഹൃദയം മരിക്കാത്തവരും അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നവരും അതുപോലെ തന്നെ ജനങ്ങളിൽ ഏറ്റവും ഐശ്വര്യവാനും ഒക്കെ ആയിത്തീരാൻ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ ഒന്ന് ഹൃദയസ്ഥമാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ളതാണ്. ശ്രദ്ധിക്കുക, ജീവിതത്തിൽ പകർത്തുക. സർവശക്തനായ അള്ളാഹു ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് ജീവിതത്തിൽ പകർത്തി അവന്റെ ഇഷ്ടദാസന്മാരുടെ ഗണത്തിൽപ്പെടാൻ എന്നെയും നിങ്ങളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു പൂർണ്ണ സംതൃപ്തിയും സമാധാനവും നൽകി നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിലും അള്ളാഹു അത് പ്രദാനം ചെയ്ത് തരുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയുള്ള പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. രോഗം കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. മാരകമായ വേദനകൾ അനുഭവിച്ചുകൊണ്ട് ശയ്യാവലംബികളായി കഴിച്ചു കൂട്ടുന്ന എല്ലാ സഹോദരീ സഹോദരന്മാരുടെയും വേദനകളെ അള്ളാഹു ലഘൂകരിച്ചു കൊടുക്കുമാറാകട്ടെ. അവരുടെയും നമ്മുടെയും ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين
والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.